لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين. اللهم علمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. وقد قال الله سبحانه وتعالى في كلامه العزيز: بسم الله الرحمن الرحيم. إن الذين يحادون الله ورسوله أولئك هم الأضلون. كتب الله لأغلبن أنا ورسلي إن الله قوي عزيز. لا تجد قوما يؤمنون بالله واليوم الآخر يوادون من حاد الله ورسوله ولو كانوا آباءهم أو أبناءهم أو إخوانهم أو عشيرتهم أولئك كتب في قلوبهم الإيمان وأيدهم بروح منه ويدخلهم جنات تجري من تحتها الأنهار خالدين فيها رضي الله عنهم ورضوا عنه أولئك حزب الله ألا إن حزب الله هم المفلحون. صدق الله مولانا العظيم. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരുടെയും കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളെയും വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, കുടുംബാദികൾ, ഉസ്താദന്മാർ, മുഅ്മിനീങ്ങൾ, മുഅ്മിനത്തുകൾ, ലോകത്ത് വസിക്കുന്ന എല്ലാ മനുഷ്യർക്കും അല്ലാഹു സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുമാറാകട്ടെ. അക്രമങ്ങളിൽ നിന്നും, അനീതികളിൽ നിന്നും, ഭീകരതയിൽ നിന്നും, തീവ്രതയിൽ നിന്നും അല്ലാഹു മുഴുവൻ മനുഷ്യർക്കും രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന അതിഗൗരവമായ ഗുരുതരമായ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് പെരുന്നാളിൻ്റെ ദിനത്തിൽ അല്ലാഹുവിൻ്റെ ചില ആയാത്തുകൾ ഓതിക്കൊണ്ട് ഒരു വിഭാഗം ആൾക്കാരെ സംബന്ധിച്ച് വിശദീകരിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ കോപം കൊണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ശിക്ഷ കൊണ്ടും അവൻ്റെ നിന്ദിത കൊണ്ടും സീല് കുത്തപ്പെട്ടതായ ഒരു വിഭാഗം ആൾക്കാരാണ് ശൈത്താന്റെ അണികൾ. പിശാച് ലോകത്ത് നീചമായ, നികൃഷ്ടമായ, നിന്ദ്യമായ പ്രവർത്തനങ്ങളിലൂടെ ലോക സമൂഹത്തെ മുഴുവനും സത്യത്തിൽ നിന്ന് വിദൂരമാക്കുവാനും നീതിയുടെയും സമാധാനത്തിന്റെയും വഴിയിൽ നിന്നും അകറ്റുവാനും ഗണഞ്ഞ് പരിശ്രമിക്കുന്ന ഒരു മേഖലയാണ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും അതിൻ്റെ വിപണനങ്ങളും അതിൻ്റെ ശേഖരങ്ങളും അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതുമായി ലിങ്കുള്ള, അതുമായി ബന്ധമുള്ള ആരായിരുന്നാലും അവരെയെല്ലാം അല്ലാഹുവിൻ്റെ ശാപം കൊണ്ട് സീല് കുത്തിയിരിക്കുന്നു. ലഅനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും അവരെ അല്ലാഹു വിദൂരമാക്കിയിരിക്കുന്നു. അല്ലാഹുവിൻ്റെ കോപം അവരുടെ മേൽ ഉണ്ടാകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരുടെ സമ്പത്തുകളോ അവരുടെ സന്താനങ്ങളോ ഒന്നും തന്നെ അവർക്ക് പ്രയോജനം ചെയ്യുകയില്ല എന്ന് മാത്രമല്ല, അവരുടെ കാലാകാലമായ ജീവിതം നരകത്തിൻ്റെതായ കൂട്ടരോടൊപ്പമായിരിക്കും.
അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നാളെ ആഖിറത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ അവരുടെ സംഘം പിശാചിൻ്റെതായ സംഘമായിരിക്കും. പിശാച് ലഹരിയിലൂടെയും മറ്റിതര മോശമായ പ്രവർത്തനങ്ങളിലൂടെയും ജനങ്ങളെ അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്നും സൃഷ്ടാവിന്റെ സ്മരണയിൽ നിന്നും മറപ്പിക്കുകയും അവന്റെ അണികളായി ലോകത്ത് നിലനിർത്തുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ്. അലാ ഇന്ന ഹിസ്ബശ് ശൈത്താനി ഹുമുൽ ഖാസിറൂൻ. ഈ പശ്ചാത്തലങ്ങളെയെല്ലാം ഒരുക്കിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തെ അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നത്, അറിഞ്ഞുകൊള്ളണം, ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ശ്രദ്ധയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അവർ എക്കാലത്തും പരാജിതരായിരിക്കും. ഏതു സമയത്തും അവർ നിന്ദ്യന്മാരായിരിക്കും, നിസാരന്മാരായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു വിഭാഗത്തെ സംബന്ധിച്ച് പരാമർശിക്കുന്നതിന് മുമ്പായി ഇവരോടുള്ളതായ നയം എന്താണ്, അല്ലെങ്കിൽ അവർ പരസ്പരമുള്ളതായ ജീവിത ക്രമീകരണങ്ങൾ എന്താണ്? ഇന്നല്ലദീന യുഹാദ്ദൂനല്ലാഹ വറസൂലഹു ഉലൈക ഫിൽ അദല്ലീൻ. വളരെ ഗൗരവമായി നാം ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വാക്കുകളിലൂടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂലിനോടും ഇടമത്സരം നടത്തുന്ന അല്ലെങ്കിൽ മത്സര ബുദ്ധിയോടുകൂടി തർക്കത്തിൻ്റെതായ ഭാഗത്തോടുകൂടി സത്യത്തിൽ നിന്നും വിമുഖത കാണിക്കുന്ന മാർഗത്തിലൂടെ ആരെങ്കിലും നിലപാട് സ്വീകരിച്ചാൽ അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂലിനോടും മത്സര ബുദ്ധിയോടുകൂടി പെരുമാറുന്ന ഒരു വിഭാഗം ആൾക്കാർ ഉലൈക ഫിൽ അദല്ലീൻ. അവർ നിന്ദ്യന്മാരാണ്, നിസാരന്മാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന അംഗീകാരവും അഡ്രസ്സും അതാണ്. അഥവാ സത്യത്തിന്റെ, നീതിയുടെ, സമാധാനത്തിന്റെ ശരിയായ മാർഗത്തിൽ നിന്നും അവർ എപ്പോഴും വിദൂരത്തായിരിക്കും എന്നാണ് അവരുടെ നിസാരതയെ സംബന്ധിച്ച് മുഫസ്സിരീങ്ങളായ മഹാന്മാർ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഓരോരുത്തർക്കും കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളും അത് തന്നെയാണ്. ഇന്ന് നാം നേരിട്ട് കൊണ്ടിരിക്കുന്ന, അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വളരെ ക്രൂരമായ നയങ്ങളുടെ, പ്രവർത്തനങ്ങളുടെ, നമ്മളുടെ മക്കളുടെ, യുവാക്കളുടെ, നമ്മളുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ ശക്തിയാകുന്ന യുവസമൂഹത്തിന്റെ അവരുടെ എല്ലാവരുടെയും നിലപാടുകൾ ശരിയിൽ നിന്നും മാറിപ്പോകാനുള്ള കാരണം അവർ അവരുടെ ജീവിതത്തിൻ്റെതായ മുഴുവൻ മേഖലകളിലും പൈശാചികമായ പ്രേരണകളുമായി, അതേ പ്രകാരം തന്നെ ലഹരി വസ്തുക്കളുടെ ഉപയോഗവുമായി ഏത് നിലയിലും അത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് സമ്പത്തിനെ സമ്പാദിക്കാൻ വേണ്ടി കൊള്ളയും കൊലയും അക്രമങ്ങളും അനീതിയും അഴിച്ചുവിട്ടുകൊണ്ട് ലോകത്തിന്റെ വിവിധ മേഖലകളിൽ മനുഷ്യരെ ആകമാനമായി അസ്വസ്ഥമാക്കുന്ന ഒരവസ്ഥയിലേക്ക് അവർ പോകാനുണ്ടായ കാരണം അല്ലാഹുവിന്റെ ഈ മുദ്രയാണ്, അല്ലാഹുവിന്റെ ഈ സീലാണ്. ഉലൈക ഫിൽ അദല്ലീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ നിസാരത, അഥവാ അവരൊരിക്കലും ശരിയുടെ മാർഗത്തിലേക്ക് അടുക്കുവാൻ പോലുമുള്ള സാഹചര്യം ഉണ്ടാകുകയില്ല. ശരിയുടെ വഴിയിൽ നിന്നും അവർ എപ്പോഴും വിദൂരത്തായിരിക്കും. ഭൗതികമായ ജീവിതത്തിൽ ഇതാണ് അവരുടെ അവസ്ഥയെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിന്ദിത കൊണ്ട് സീലികുത്തപ്പെടുന്നു എന്നതാണ് മറ്റൊരു വിശേഷ ഗുണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഭാഗത്തിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് അല്ലാഹു വ്യക്തമായി പറഞ്ഞത്, ഇന്നല്ലദീന യുഹാദ്ദൂനല്ലാഹ വറസൂലഹു ഉലൈക ഫിൽ അദല്ലീൻ. ഈ നിലയിൽ അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂലിനോടും മത്സരം കാണിക്കുന്ന വിഭാഗം ആൾക്കാർ അവർ നിസാരന്മാരാണ്, നിന്ദ്യന്മാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തെ വിശദീകരിച്ചതിന് ശേഷം ലോകത്ത് എന്നും വിജയികളായി സത്യത്തിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാരെ സംബന്ധിച്ച് വിശദീകരിക്കുകയാണ്. ഇന്നല്ലദീന കതബല്ലാഹു ലഅഗ്ലിബന്ന അന വറുസുലി ഇന്നല്ലാഹ ഖവിയ്യുൻ അസീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഒരു തീരുമാനം ലോകത്തിനോട് അറിയിക്കുകയാണ്.
അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു, രേഖപ്പെടുത്തിയിരിക്കുന്നു. ലോകത്ത് ഏത് കാലഘട്ടത്തിലും ഏത് സാഹചര്യത്തിലും ഏത് സന്ദർഭത്തിലും സമാധാനത്തിന്റെയും സത്യത്തിന്റെയും വഴിയിൽ നിലകൊള്ളാനുള്ള ഭാഗ്യം ലഭിക്കുന്നവർ അവർ അള്ളാഹുവിന്റെ അതിരുകാരാണ്. അള്ളാഹുവാണ് എല്ലാ കാലഘട്ടത്തിലും വിജയത്തിൻ്റെതായ പക്ഷത്ത് നിലകൊള്ളുന്നവൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ യാഥാർത്ഥ്യം ലോകത്തിന് അറിയിച്ചു കൊടുക്കാൻ വേണ്ടി നിയോഗിച്ച പ്രവാചകന്മാരുടെ വഴിയാണ്. അവരാണ് വിജയികളായി തീരുന്നത്. ആ പ്രവാചകന്മാരുടെ വഴിയിലൂടെ ജീവിച്ച സത്യത്തെ ഉൾക്കൊള്ളുന്ന മുഴുവൻ ആൾക്കാരും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആ നിലയിലുള്ളതായ സൗഭാഗ്യം നൽകുന്നതാണ് എന്ന് പരിശുദ്ധമായ ഖുർആനിൽ തന്നെ ഇതര ആയത്തുകളിൽ വിശദീകരിക്കുന്നുണ്ട്. അതൊന്നും വിശദീകരിക്കാനുള്ള സമയമല്ല. അതിന്റെ പദാനുപദം അർത്ഥം മാത്രമാണ് ഞാൻ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് വിജയവും സന്തോഷവും സമാധാനവും നൽകുന്നത് അള്ളാഹുവിന്റെ അതിരുകാർക്കാണ്. ഹിസ്ബുല്ലാഹ് അള്ളാഹുവിന്റെ സംഘത്തിനാണ്. അള്ളാഹുവിന്റെ സംഘം എന്ന് പറയുന്നതിന്റെ മാനദണ്ഡം ഈ ലോകത്ത് അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാരുടെ വഴിയെ പിൻപറ്റി ജീവിക്കുന്നവരാണ്. അവരാണ് എക്കാലത്തും വിജയികളായി നിലകൊള്ളുന്നത്. കതബല്ലാഹു ലഅഗ്ലിബന്ന അന വറുസുലി ഇന്നല്ലാഹ ഖവിയ്യുൻ അസീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന യാഥാർത്ഥ്യം നടപ്പിലാക്കുന്നതിന് ആരുടെയെങ്കിലും ആശ്രയമോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സഹായമോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഏതെങ്കിലും നിലയിലുള്ളതായ ഉത്തേജനമോ ഒന്നും ആവശ്യമില്ല. അല്ലാഹു ശക്തനാണ്, അവൻ അജയ്യനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിട്ട് നമ്മളോട് ഒരു യാഥാർത്ഥ്യം പറഞ്ഞു തരുന്നു. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വ റസൂലഹു വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നമുക്ക് ഓരോരുത്തർക്കും സുതരാം വ്യക്തമായി അനുഭവത്തിലൂടെ പ്രാക്ടിക്കലിലൂടെ മനസ്സിലാക്കി തന്നിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ യാഥാർത്ഥ്യത്തെ പറഞ്ഞു തരികയാണ്. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു സമൂഹം, ആ സമൂഹത്തെ ഒരിക്കലും അല്ലാഹുവിനോട് മത്സരബുദ്ധിയോടുകൂടി പെരുമാറുന്ന, അല്ലാഹുവിന്റെ റസൂലിനോട് മത്സരത്തിൽ കൂടി പെരുമാറുന്നവരായി നബിയെ തങ്ങൾക്ക് എത്തിക്കാൻ സാധ്യമാകുകയില്ല, അങ്ങ് എത്തിക്കുകയില്ല. ലാ തജിദു ഖൗമൻ, ഒരു സമൂഹം, ആ സമൂഹത്തിന്റെ നിർണായകമായ ഭാഗമാണ് അവർ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. യുബാദൂന മൻ ഹാദ്ദല്ലാഹ വ റസൂലഹു, അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂലിനോടും മത്സരബുദ്ധിയോടുകൂടി പെരുമാറുന്ന ഒരു സമൂഹത്തിനോട് ചങ്ങാതിമാരാകുന്ന, അവരോട് സ്നേഹബന്ധം സ്ഥാപിക്കുന്ന നിലയിൽ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരെ അങ്ങേക്ക് എത്തിക്കാൻ സാധ്യമാകുകയില്ല. അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കുന്നവരെ അങ്ങ് എത്തിക്കാൻ സാധ്യമാകുകയില്ല. അല്ലാഹുവിലും അന്ത്യദിനത്തിലുമുള്ള വിശ്വാസമാണ് മനുഷ്യ ജീവിതത്തിന്റെ എല്ലാവിധമായ സത്യത്തിന്റെ വഴിയിലേക്കുള്ളതായ പ്രചോദനം നൽകുന്നത്. ഈ വിശ്വാസ പ്രമാണമാണ് ലോകത്തുള്ള എല്ലാ വസ്തുക്കളെക്കാളും ഈ വിശ്വാസം ഉൾക്കൊള്ളുന്ന ആൾക്കാർ സമുന്നതരാണ് എന്ന് ഖുർആനിൽ തന്നെ അല്ലാഹു പ്രഖ്യാപിക്കാനുള്ളതായ കാരണവും. അഥവാ നാം ഇന്ന് കാണുന്ന ഈ ലഹരി വസ്തുക്കളുടെയും മയക്കുമരുന്നുകളുടെയും മറ്റു ചില വസ്തുക്കളുടെയും അടിമകളായി നാം മാറുന്നതിനുള്ള കാരണം പ്രധാനമായും നമ്മളുടെ ഹൃദയങ്ങളിൽ, നമ്മളുടെ മക്കളുടെ ഹൃദയങ്ങളിൽ അടിസ്ഥാനപരമായി അല്ലാഹുവുമായുള്ള ബന്ധം, അല്ലാഹുവിന്റെ വഹദാനിയത്തിനെ, അല്ലാഹുവിന്റെ ഏകത്വത്തെ സംബന്ധിച്ചുള്ള വിശ്വാസം അത് മനുഷ്യ മനസ്സുകളിൽ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അതീവ ഗൗരവമായി നാം ചിന്തിക്കേണ്ടത്. നമ്മളിന്ന് നമ്മളുടെ ഗവൺമെന്റുകളും നമ്മളുടേതായ നിയമപാലകന്മാരും എല്ലാവരും സമൂലമായി ഒറ്റക്കെട്ടായ നിലയിൽ രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ്. ലഹരി വസ്തുക്കളിൽ നിന്നും അതിന്റെ പ്രതിജ്ഞകളും അതിൻ്റെതായ സത്യവാങ്മൂലങ്ങളുമൊക്കെ നാം നാടോടെ കാണുന്നതായി പറഞ്ഞു കൊടുക്കുന്നതായി കാണാൻ കഴിയും. നിങ്ങളൊന്ന് ആലോചിക്കും, ഈ പറയുന്ന യാഥാർത്ഥ്യം ആത്മാർത്ഥമാണ്. സമൂഹത്തെ അല്ലെങ്കിൽ ലോകത്തെ അല്ലെങ്കിൽ യുവതലമുറയെ അല്ലെങ്കിൽ ബാല്യദശയിൽ വളർന്നു വരുന്ന ബാല്യ കുഞ്ഞുങ്ങളെ
അവരുടെ ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും ഇതര വസ്തുക്കളിൽ നിന്നുമുള്ള ഉപയോഗത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാനാണ് അവരുടെ ഉന്നമനമെങ്കിൽ, അവരുടെ ലക്ഷ്യമെങ്കിൽ, എന്തിനെ അവർ ഇന്നത്തെ ന്യൂസ് അനുസരിച്ച് 3 സ്റ്റാർ ഹോട്ടലുകളിൽ പോലും ലഹരി വിളമ്പാനുള്ള അനുവാദം ഗവൺമെന്റ് നൽകിയിരിക്കുകയാണ്. 5 സ്റ്റാർ ഹോട്ടലുകളിലായിരുന്നു പരസ്യമായ നിലയിൽ അതിനുള്ള പെർമിഷൻ നടത്തിയിരുന്നത്. പുതുതായ നിലയിൽ കൂടിയിട്ട് ഒരു ഭാഗത്ത് അവർ പറയുന്നു ലഹരി വസ്തുക്കളിൽ നിന്നും അതുപോലെയുള്ളതായ ഉപയോഗത്തിൽ നിന്നും യുവതലമുറയെയും സമൂഹത്തെയും പിന്തിരിപ്പിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നത് മാത്രമല്ല, അവർ ഇന്ന് ഭാരതതലം മുതൽ തുടങ്ങി ഗവൺമെന്റിന്റെ എല്ലാ രാജ്യസഭകൾ വരെയും അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. ഈ പരിശ്രമത്തിന്റെ മാനദണ്ഡം എന്താണ്? ഏത് നിലവാരത്തിലാണ് ഈ സമൂഹത്തെ ഉദ്ധരിക്കാൻ കഴിയുക? ഒരു സമൂഹത്തിനോട് നാം ഈ ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ ഓഹരി വാങ്ങിയിട്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ ഈ ലോകത്ത് അവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. അതേ പ്രകാരം തന്നെ ഗവൺമെന്റിന്റെ കീഴിലുള്ളതായ മുഴുവൻ വേതനം നൽകുന്നതും ജോലി തൊഴിലാളികൾക്ക് വേതനം നൽകുന്നതും അതിന്റെ ഓഹരി പങ്കുവെച്ചിട്ടാണ്, അതിന്റെ ടാക്സ് വാങ്ങിച്ചിട്ടാണ് ഗവൺമെന്റ് തന്നെ നിലനിൽപ്പെന്ന് പറയുമ്പോ ഇതെന്ത് വിരോധാഭാസമാണ്? ആരോടാണ് ഇത് പറയുന്നത്? എന്തിനാണ് ഈ നയം സ്വീകരിക്കുന്നത്? എന്താണ്? മനുഷ്യനെ അല്പമൊന്ന് ചിന്തിക്കാൻ, അവൻ സ്വഭാവമുള്ളവനാണെങ്കിൽ ആലോചിക്കാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യം മാത്രമാണ് ഇത്. ഒരിക്കലും നമ്മളുടെ നന്മ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടി, മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട്, സത്യത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള മാനദണ്ഡങ്ങളോ പ്രവർത്തനങ്ങളോ അല്ല എന്ന കാര്യം മറുഭാഗം സ്ഥിരീകരിച്ചു തരുമ്പോ, അതുകൊണ്ട് ഈ രാജ്യത്തെയും നാടിനെയും ഭരിക്കുവാനും അതിന് വേണ്ടതായ സാമ്പത്തികമായ സ്രോതസ്സുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ലഹരിയുടെ കോൺട്രാക്ടർമാരെ അവരുടെ അടിമകളായി ജീവിക്കുന്ന ഭരണ സംവിധാനത്തിന് എങ്ങനെ സാധ്യമാണ്? ഏതാണ്? ആരോടാണ് ഈ പറയുന്നത്? ഈ പറയുന്ന ജനങ്ങൾ, പാമരന്മാരായ ജനങ്ങൾ സ്വന്തം മൂളയിൽ ഒന്ന് ആലോചിക്കാൻ കഴിയില്ലേ സഹോദരങ്ങൾ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഗവൺമെന്റുകളെ പരിഹസിക്കുകയോ അല്ലെങ്കിൽ അവരുടെ നയങ്ങളെ വിചിത്രമായി ചിത്രീകരിക്കുകയല്ല. ലോകത്ത് നിന്നും ലഹരി വസ്തുക്കളുടെ നിർമ്മാർജ്ജനം, അതിനുവേണ്ടി സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഗവൺമെന്റിന്റെ നിയമപാലകന്മാരും ഗവൺമെന്റിൻ്റെതായ ഭരണ സംവിധാനവുമാണെന്ന് പറയുമ്പോ അവർക്ക് താഴേക്കിടെ മുതൽ തുടങ്ങി അവരുടേതായ ലോക്കൽ കമ്മിറ്റികൾ വരെയും ഏത് പ്രദേശത്താണെങ്കിലും ആ പ്രദേശത്തെല്ലാം യഥേഷ്ടമായി ലഹരി വസ്തുക്കൾ വിളമ്പാനും സ്വീകരിക്കാനും കഴിക്കുവാനും കുടിക്കുവാനുമുള്ള മുഴുവൻ സന്നാഹങ്ങളും തയ്യാറാക്കി വെച്ചിട്ട് ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുക്കുന്നത് ഏത് വിരോധാഭാസമാണ്? എന്ത് മാനദണ്ഡമാണ്? ആർക്കാണ് ചിന്തിക്കാൻ കഴിയുന്നത്? പരസ്പര വിരുദ്ധമായ നയങ്ങളിലൂടെ പൈശാചികമായ കോടുകളിൽ നിന്നുകൊണ്ട്, പിശാചിന്റെ അധികാരായി നിന്നുകൊണ്ട് ലോകത്തിൽ നിന്നും അക്രമവും അനീതിയും കൊള്ളയും കൊലവെപ്പും ഒതുക്കി വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പന അതിന് വിശാലമായ നിലയിൽ കൂടിയിട്ട് ചില മാനദണ്ഡങ്ങളും അതിൻ്റെതായ ചില മര്യാദകളും അവർ പറയുന്നുണ്ട്. ഞാൻ അതൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല. ഒറ്റ വാക്കിൽ പറയുകയാണ്, അഥവാ ഈ ഒരു വിരോധാഭാസം ജനങ്ങളിൽ നിന്നും നാം തിരിച്ചറിഞ്ഞില്ല എങ്കിൽ തീർച്ചയായും നാം ചെന്ന് കുത്തുന്നത് വലിയ അപകടത്തിലാണ്. അതുകൊണ്ട് ഈമാനികാരോട്, ലോകരോട് തന്നെ പറയുകയാണ്, ലോക മനുഷ്യരോടാണ് ഈ പറയുന്നത്. അല്ലാഹുവിന്റെ വാക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗത്തിനോട് മാത്രമല്ല ഇത് പറയുന്നത്. അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം, സത്യത്തിൽ നിന്നുകൊണ്ട്, സമാധാനത്തിൽ നിന്നുകൊണ്ട് രാജ്യത്തിന്റെ അഖണ്ഡതയെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്യമിടുന്നവർ ഉമ്മയെ പരിചയപ്പെടുത്തുവാൻ, ഉപ്പയെ പരിചയപ്പെടുത്തുവാൻ, പിതാവിനെ പരിചയപ്പെടുത്തുവാൻ എന്ന് വേണ്ട മുതിർന്നവരെ ബഹുമാനിക്കുവാൻ, സാമൂഹികമായ സാംസ്കാരികമായ മേഖലകളിലെല്ലാം ഈ കുഞ്ഞുങ്ങളുടെ കൈകൾക്ക് പിടിച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരേണ്ട സമൂഹവും ഭരണകൂടവും ഒരു ഭാഗത്ത് അവരവരുടെ ഭരണ സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വസ്തുക്കളുടെ വിയോഗത്തിലൂടെയുള്ളതായ അതിന്റെ ഓഹരി വാങ്ങിക്കൊണ്ട് ഭരണ സംവിധാനം നിലനിർത്തുമ്പോ മറുഭാഗത്ത് അവർ പ്രതിജ്ഞയെടുപ്പിക്കുന്നു, സത്യവാങ്മൂലം പറഞ്ഞു കൊടുക്കുന്നു. വിരോധിക്കും, ആലോചിക്കും, ചിന്തിക്കും. ഇൻഷാ അല്ലാഹ് അവസരം ലഭിക്കുമെങ്കിലാകാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.